അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ്. ഇന്ന് അങ്ങയുടെ വിശുദ്ധ ബലി പങ്കെടുക്കേണ്ട ദിവസമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപകമായിരുന്നു കൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീവിതപ്രസവം ലോകായികമായ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവിക കാര്യങ്ങൾ സത്യചരിത്രത്തിൽ വചനം വായിക്കുകയും രോഗികളെപ്പോയി ഉടമ്പടി എടുത്ത് രോഗികളെപ്പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്യുന്ന ദിവസമാണ്. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു, ആരെല്ലാം കാണുന്നു, ആർക്കെല്ലാം സുവിശേഷം കൈമാറുന്നു, വിശ്വാസം കൈമാറുന്നു, അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പണി തിരക്കി പോകും. സാധാരണ ചെറുകിട ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോകും. നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അതിനൊരു തരം തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈശോ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, അവിടെ തടസ്സങ്ങളെ നീ മാറ്റിക്കൊടുക്കണം. കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതികളും തകിടം മറിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്.
അവർ നെഞ്ചുവേദന വന്ന ആൾക്കാർക്ക് പ്രഷർ കയറി ബോധം കെട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ട്. കർത്താവേ, അവരെല്ലാം നിന്റെ പരിശുദ്ധമാരെ സന്ധിക്കുകയും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടത്തില്ല എന്നുകൊണ്ടാണെങ്കിൽ അതിന് പകരം മാർഗ്ഗം കാണിച്ചുകൊണ്ട് അവിടെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സമ്മതം, കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് ഈശോയെ. ആലോചനയ്ക്ക് വേണ്ടി പോകുന്നുണ്ട് കർത്താവ്. ആരും ചതിക്കുഴി വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദൈവമഹത്വത്തിൻ്റെ ജീവിതം അവർക്കുണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരൻ നീക്കുവാമേ. ഈശോ പറഞ്ഞ് പാവത്തുങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കരുതണമെന്നേ ഉള്ളൂ. അതാ വാക്ക് ഭയങ്കര, അതാണ് സഭയുടെ നിലപാടതാണ്. എന്താ വെച്ചാൽ മത്തായി 26:11 വാക്ക് പറയുന്നതാണ്. എന്താണ്? ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെ. ഏത് ഇസങ്ങൾ വന്നാലും ശരി, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ മാസം ലണ്ടനിൽ ചെന്നപ്പോഴേ ഭയങ്കര ഗ്ലാസ് ആയിട്ട് ടവറാണ് മുഴുവൻ ഉള്ളത്, ഭയങ്കര. പക്ഷേ ആ ടവറിൻ്റെയൊക്കെ താഴെ ഓരോ കടയുടെയും വാതിക്കൽ ആൾക്കാരിങ്ങനെ പൊതിച്ചു മൂടി ധർമ്മക്കാർ കിടപ്പുണ്ട്. ഫോട്ടോ എടുക്കണത് ശരിയല്ലല്ലോ, ആ രാജ്യത്തെ അപമാനിക്കേണ്ട തുല്യമാണ്. ഞാൻ ഫോട്ടോ എടുക്കാൻ കൂടെയുള്ളവർ വേണ്ടി എടുത്തിട്ട് പോലും ഞാൻ എടുത്തില്ല. എനിക്ക് സങ്കടം വന്നു പോയി. ഇത്രയും മഹാനഗരങ്ങളിലെ ദരിദ്രർ. പക്ഷേ ഇപ്പോഴത് ഓർത്തോ ഭയങ്കര ഐഡിയ ആണല്ലോ ഈശോ പറഞ്ഞത്. ദരിദ്രർ എപ്പോഴും അഭയാർത്ഥികളായിട്ട് വന്നവരാണെങ്കിൽ എപ്പോഴും എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കർത്താവിൻ്റെ വാക്കാണത്. പക്ഷെ ഞാനെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളത് ശാരീരികമായിട്ടുള്ള കാര്യത്തിലാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ്, ഇസങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോയാലും ഇനി ക്യാപിറ്റലിസത്തിൻ്റെ സമ്പദ് സമൃദ്ധി വന്നാലും അപ്പോഴിതുപോലെ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം വെള്ളം അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും കൂടി ചെന്ന് ചാടുമ്പോൾ പിന്നെ അപ്പുറത്ത് വേലിയേറ്റ ഇപ്പുറത്തുണ്ടാകുമ്പോൾ ഒരു സ്ഥലത്ത് വേലി ഇറക്കം ഉണ്ടാകില്ല. ആ രീതിയിലാണ്. അതുപോലെയാണ് ഇത് വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സഭയ്ക്ക് കൊടുത്ത നിർദ്ദേശം എന്താണ്? പാവങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് പാവങ്ങളെക്കുറിച്ച് കരുതൽ വേണം. ഗലാത്യർ 2:10 പാവങ്ങളെക്കുറിച്ച് ചിന്ത വേണം എന്ന് മാത്രം, കരുതൽ വേണം. അതാണ്, ചിന്ത വേണം. ഇത് ആരോടാണെന്ന് അറിയാമോ? പത്രോസ് സഭയുടെ അടിസ്ഥാന ശില പൗലോസിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഇപ്പോൾ ജാതീയ സഭകളിലാണ് അയാൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആ വചനം വായിച്ച് ഗലാത്യർ 2:10 പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ, പാവങ്ങളെക്കുറിച്ച് ചിന്ത വേണമെന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. പൗലോസ് പറഞ്ഞു, ഞങ്ങളോട് സഭ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. അതാണ് സഭയുടെ നിലപാടെന്ന് പറയുന്നത്. അതാണ് കാര്യം. ബാക്കിയെല്ലാം എന്താ സംഭവിക്കുന്നത്? ബാക്കി എങ്ങനെ വാളെടുത്താലും വാളാൽ തന്നെയാണ് തീരത്തുള്ളത്. ശാശ്വത പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് സഭയ്ക്കുന്ന പോലെ വളരെ വ്യക്തിമെനയുള്ള കാലികമായും കാലദേശ പ്രസക്തമായിട്ടുള്ള വളരെ കരുത്തുറ്റ നിലപാടാണ് സഭ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. സഭയുടെ മക്കളും അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. എൻ്റെ പേര് ത്രേസ്യാമ്മ, കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 ഒക്ടോബർ 11 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് ഞങ്ങളുടെ കടബാധ്യതയെ സമർപ്പിച്ചായിരുന്നു. വന്ന് നവംബർ 14 ആയപ്പോഴേക്കും ഞങ്ങളുടെ ഒരു കടമുറി വിൽക്കാൻ പറ്റുകയും കടബാധ്യത പൂർണ്ണമായി മാറ്റി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മകളുടെ മകന് അസുഖമായിരുന്നു. അവന് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു അസുഖമായിരുന്നു. കുറേ 4 വർഷത്തോളം ആ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അത്ര കുറവൊന്നുമില്ലായിരുന്നു. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം കുറവുണ്ട്. അത് കഴിയുമ്പോൾ അത് നിർത്താൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് സമർപ്പിച്ചു. മാതാവിനോട് അത് മാറ്റി തരണമെന്ന് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും മകളും പ്രാർത്ഥിക്കുകയും ചെയ്തു. സാക്ഷ്യം പറഞ്ഞോളാമെന്നും പറഞ്ഞായിരുന്നു. അമ്മ അത് പൂർണ്ണമായി മാറ്റി തന്നു. ഇപ്പോൾ സാറാമ്മ മാത്തുക്കുട്ടി, ഞാൻ തിരുവല്ലായിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത്. അവനൊരു നേഴ്സാണ്. അവന് 8 പ്രാവശ്യം IELTS എഴുതി കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് അയർലൻഡിൽ കൊടുത്തു, കിട്ടി. MSc പാസ്സായി. അതുകൂടാതെ OET പരീക്ഷയും എഴുതി, അതിലും കിട്ടി. ഇന്നലെ അവൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പറുകളും ശരിയായി കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട്
അമ്മ മാതാവിനും നന്ദിയോടെ സ്തോത്രം പറയുന്നു. പിന്നെ അവൻ്റെ വിവാഹത്തിന് ഒത്തിരി തടസ്സമായിരുന്നു, അതും മാതാവ് നടത്തി തന്നു. പിന്നെ ഞങ്ങൾക്ക് വെള്ളം കയറാത്ത ചില സ്ഥലം വേണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് അത് കാണിച്ചു തന്നു. ആധാരം എഴുതിയില്ല, മെയ് മാസത്തിൽ എഴുതാനിരിക്കുകയാണ്. എല്ലാം മാതാവ് നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഉടമ്പടി വെക്കാത്ത പല വിഷയങ്ങളും ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവ് എല്ലാം സാധിപ്പിച്ചു തന്നതിന് 1000 മാതാവിനോട് 1000 നന്ദി. കൃപാസന അമ്മയ്ക്ക് 1000 കോടി നന്ദി. ഞാൻ 3 മാസമായുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേര് തോമസ് ടോം, സ്ഥലം കോട്ടയം ജില്ലയിലെ ആർപ്പുക്കര. അപ്പോൾ ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ബൈക്കിൽ പോയപ്പോൾ എൻ്റെ ബൈക്കിനെ ഒരു ലേഡി ആക്റ്റീവായി വന്ന് ക്രോസ് ചെയ്യുകയും അവരെ ഇടിച്ച് ഞാൻ ഈ ആകാശത്തോടി പറന്ന് അവരുടെ മേളിൽ കൂടി അങ്ങാപ്പുറ എന്ന് വീഴുകയും പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. അമ്മയുടെ കാശുരൂപം എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ചെറുവിരലിൻ്റെ മാത്രം ഒരു ചെറിയ പൊട്ടൽ. ഞാൻ നോക്കിയപ്പോൾ ആ ലേഡി അനങ്ങാതെ അവിടെ തന്നെ കിടക്കുകയാണ്, ബോധം പോയി. പിന്നെ പെട്ടെന്ന് അവർ വെള്ളം തെളിച്ച് അവരെ എടുത്തുകൊണ്ട് പോയി. അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കൊരു ചെറിയ പൊട്ടൽ മാത്രം, ചെറുവിരലിനൊരു പൊട്ടലല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. അമ്മയ്ക്ക് 1000 കോടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഫാദർ മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളും ഞങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ 5 മക്കളാണ്. വീതം വൈ ഒന്നും നടക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പിണക്കത്തിൽ കഴിയുകയായിരുന്നു. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതേപോലെ സ്നേഹത്തിലാകുകയും ഞങ്ങളുടെ വീതം വൈ 5 മിനിറ്റ് കൊണ്ട് സാധിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് 1000 നന്ദി. അതുപോലെ എനിക്ക് 2 പെൺകുട്ടികളാണ്. അവർ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നു. മൂത്തയാൾ അവിടെ ഹസ്ബൻഡും നേഴ്സുമാരാണ്. അവർ ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഈ മാസം തന്നെ അവരുടെ ഓസ്ട്രേലിയക്ക് പോകാനുള്ള പേപ്പറുകളെല്ലാം റെഡിയായി. ആദ്യം തന്നെ ഓസ്ട്രേലിയക്ക് ആദ്യം ഒരെണ്ണം വന്നു. അത് നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന കഴിഞ്ഞാൽ മെച്ചമില്ല, ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ വീണ്ടും അടുത്തത് വന്നിരിക്കുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്ന കഴിഞ്ഞും ഒന്നുകൂടി നല്ല സാലറിയോടുകൂടി മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടി. മാതാവിന് 1000 നന്ദി. അതുപോലെ ഇനി അടുത്ത സാക്ഷ്യം പറയാൻ ഇനിയും വരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ മോക്ക് ഇതുവരെ കുട്ടികളില്ല, 3 വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ മാതാവ് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടാകാൻ ചാൻസ് കുറവെന്നാണ്. എന്നാലും എൻ്റെ മാതാവ് എനിക്ക് തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ പേർക്ക് നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. മാതാവിന് 1000 നന്ദി. സിസ്റ്റർ മാർഗരറ്റ്, ഞാൻ മരിയനാട് തിരുവനന്തപുരം കോൺവെൻറ്റിൽ നിന്ന് വരുന്നു. വിസിറ്റേഷൻ സഭാംഗമാണ്. ഞാനിവിടെ ആദ്യമായി വരാൻ കാരണം എൻ്റെ സഹോദരനാണ്. എൻ്റെ സഹോദരന് കൊറോണ രോഗം പിടിപെട്ട് മരിക്കുമെന്നുള്ള അവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു റിലേറ്റീവായ ബ്രദർ എഡ്വേർഡിനെ വിളിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കണം, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. കൃപാസനത്തിൽ പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സഹോദരനെ കാണാനായി എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ ഭാര്യയും മറ്റ് സഹോദരങ്ങളും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ കാര്യം എൻ്റെ സഹോദരന് വേണ്ടിയുള്ള പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അത് അമ്മ മാതാവും ഈശോയും എനിക്ക് സാധിച്ചു തന്നു. ഇന്ന് പൂർണ്ണമായി അദ്ദേഹം സുഖത്തിലിരിക്കുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ സഹോദരൻ്റെ മകൾക്ക് ഗൾഫിൽ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരൻ്റെ മകൾ, അവൾക്ക് 10-20 വർഷമായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിലും ഇപ്പോൾ അവരുടെ ആശുപത്രിയിൽ പുതിയ നിയമം വന്നു. BSc നഴ്സിംഗ് കുട്ടികളെ മാത്രമേ എടുക്കുകയുള്ളൂ, ബാക്കിയുള്ളവർ തിരിച്ചു പോകണമെന്ന്. അങ്ങനെ അവൾ എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഫലമായി ഞാൻ ആ കാര്യവും നിയോഗത്തിൽ വെച്ചിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസം ആകുന്നതിന് മുൻപ് തന്നെ അവൾ വിളിച്ച് പറഞ്ഞു, ആൻറ്റി എനിക്ക് 6 മാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടിയെന്ന്. അങ്ങനെ കഴിയുകയായിരുന്നു. ആ 6 മാസം ഈ ജൂലൈ 8-നോ 10-നോ തീരും. അപ്പോൾ അതിനുശേഷം വീണ്ടും അവൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് അവൾ BSc നഴ്സിങ്ങിന് പ്രൈവറ്റായി ചേർന്നിരുന്നു. വീണ്ടും ആ ഹോസ്പിറ്റൽ അധികാരികൾ വിളിച്ച് പറഞ്ഞു അവളെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചെടുത്തതായിട്ട്. അങ്ങനെ ആ ഒരു കാര്യവും അമ്മ മാതാവും ഈശോയും എനിക്ക് സാധിച്ചു തന്നു. അമ്മയ്ക്കും
ഈശോയ്ക്കും 1000 നന്ദി. മൂന്നാമത്തെ കാര്യമായി ഞാൻ വച്ചിരുന്നത് എൻ്റെ സഹോദരൻ്റെ പേരക്കുട്ടി. അവൻ SSLC പരീക്ഷ ഇന്ന് എഴുതാൻ തുടങ്ങുകയാണ്. അവന് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വെച്ചിരുന്നു. അതിൻ്റെ സാക്ഷ്യം നമുക്ക് പിന്നാലെ കേൾക്കാം. വീണ്ടും ഞാൻ എൻ്റെ സഹോദരൻ്റെ വേറൊരു മരുമകൾക്ക് വേണ്ടി, അതായത് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു പ്രയറിന് വേണ്ടി കുന്നുമ്മൽ മഠത്തിൽ പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഒക്ടോബർ 4-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും സാധിച്ചിട്ടില്ല, വരാനുള്ള സാഹചര്യമില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രയർ തീർന്ന് ഞാൻ പോകുന്നതിന് മുൻപ് അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം. ഞാൻ ഇവിടെ രാവിലെ പ്രയറിനായിട്ട് വരും, അത് ഇവിടെ വെച്ച് തന്നെ എനിക്ക് അറിഞ്ഞേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അടയാളം തരണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ പ്രയർ പൂർണ്ണമാക്കാൻ സാധിച്ചില്ല. തിരുവനന്തപുരത്തുള്ള എൻ്റെ കോൺവെൻറ്റിൽ നിന്നും ഞാൻ വഴകം തിരിച്ചങ്ങോട്ട് ചെല്ലണമെന്ന് വിളിച്ച് പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ ഡിസംബർ 30-ാം തീയതി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. ഞാൻ പറഞ്ഞത് ജാനുവരി 8-ന് മുൻപ് എനിക്ക് അടയാളം തരണമെന്നായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു പോയി. ജാനുവരി 8 ആയപ്പോൾ അന്ന് ഞങ്ങൾക്ക് 3 മണിക്കൂർ നേരത്തെ ആരാധന എല്ലാ ദിവസവും 3 മണിക്കുണ്ട്. ആ ആരാധനയ്ക്ക് ബെല്ലടിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ചാപ്പലിൽ കയറിയ ഉടനെ എൻ്റെ ഫോൺ അടിച്ച് ഞാൻ എടുത്തപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞു, ആ മകൾക്ക്, ജോസി മോളെന്നാണ് അവളുടെ പേര്, ആ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കും, അതിനുള്ള റിസൾട്ട് പോസിറ്റീവ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഇതുകൂടാതെ എനിക്ക് വ്യക്തിപരമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്ക് സാധിച്ചു തരാറുണ്ട്. പക്ഷേ എന്നാലും കൊന്ത ചൊല്ലുമ്പോഴൊക്കെ വേണ്ടതായ ഭക്തിയും തീഷ്ണതയും ഇല്ലാതെയൊക്കെ ഞാൻ കൊന്ത ചൊല്ലുകയും ഒത്തിരി കൊന്തയൊന്നും ചൊല്ലുന്ന ഒരു സ്വഭാവവും എനിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി കൂടുതൽ സമയം കൊന്ത ചൊല്ലാനും പ്രാർത്ഥിക്കാനും വചനവായനയിലും തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു. ഈശോയും മാതാവും എപ്പോഴും നമ്മളുടെ എല്ലാ കാര്യത്തിലും നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എല്ലാത്തിനും ദൈവത്തിനും ഈശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. എൻ്റെ പേര് റോസ്ലി മാത്യു. ഞങ്ങൾ 2016 ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു. അത് കൊടുത്ത ഒരാഴ്ചക്കുള്ളിൽ നോട്ട് നിരോധനം വന്നു. തുടർന്ന് ആ വീട് വാങ്ങിക്കാൻ സാധിക്കാതെ പോയി. ഞങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് അതിൻ്റെ ഓണറുടെ അടുത്ത് പറഞ്ഞു. പൈസ തിരിച്ച് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ആ പൈസ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്കത് ഒരു കാരണവശാലും നിങ്ങളുടെ കാശ് തിരിച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ ടെൻഷനിലായിരുന്നു. 2019 ഞങ്ങളുടെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പത്രിക കിട്ടി ഞങ്ങൾക്ക്, മാതാവിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന പത്രിക. അത് വായിച്ച് അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഞങ്ങൾക്ക് വളരെ ആശ്വാസമായി. അതിനുശേഷം ഞങ്ങൾ 8 വർഷമായിട്ട് ഒരു വീട് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം താമസിയാതെ തന്നെ ആ വീട് നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വേറൊരു പുതിയ വീട് വാങ്ങിക്കാനും ദൈവം കൃപ തന്നു. പിന്നെ ഇവിടെ നിന്ന് വന്ന് ധ്യാനം കൂടി പോയതിന് ശേഷം എൻ്റെ കാലിലുണ്ടായിരുന്ന 6 മാസം പഴക്കമുള്ള ഒരു വട്ടച്ചോറി പോലെ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് മാറിപ്പോവുകയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന നീരും വേദനയും ഒക്കെ മാതാവിൻ്റെ ഓയിൽ പുരട്ടി അത് ഒരു രാത്രി കൊണ്ട് തന്നെ കംപ്ലീറ്റ് മാറി. പിറ്റേ ദിവസം തൊട്ട് പള്ളിയിലേക്ക് പോകാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി കൊടാനുകൂടി സ്തോത്രം ചെയ്യും. എൻ്റെ പേര് മേരി ജോസ്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഭർത്താവിന് പ്രോസ്ട്രേറ്റിൻ്റെ രോഗം തുടങ്ങിയിട്ട് 2004 മുതൽ തുടങ്ങിയതാണ്. അന്ന് മുതൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും പിന്നെ അതിൻ്റെ ഒരു ടെസ്റ്റ് PSA എന്നൊരു ടെസ്റ്റും ചെയ്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2018 PSA കണ്ടമാനം കൂടുകയും അന്ന് ഡോക്ടർ ഒരു ബയോപ്സി എടുത്ത് നോക്കണമെന്ന് പറയുകയും ചെയ്തു. ദൈവകൃപയാൽ അന്ന് ബയോപ്സി നോർമലായിരുന്നു. ഞങ്ങൾ പിന്നെയും ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പും ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ PSA ഭയങ്കരമായിട്ട് കൂടുകയും ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഒരു സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു.
സ്കാൻ ചെയ്ത് ഡോക്ടറിന് ഒരു സംശയം തോന്നിയതിൻ്റെ പേരിൽ രണ്ടാമതും ബയോപ്സി എടുക്കാൻ പറഞ്ഞു. ബയോപ്സിക്ക് 12 സാമ്പിളാണ് എടുത്തിരുന്നത്. അതിൽ 10 സാമ്പിളും നോർമലായി വന്നെങ്കിലും 2 സാമ്പിളിൽ ക്യാൻസർ ഉണ്ടോ എന്നൊരു സംശയം അവർ പറഞ്ഞു. സംശയമായതുകൊണ്ട് ഡോക്ടർ വേറൊരു ഹോസ്പിറ്റലിലൂടെയും പോയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ സാമ്പിളും കൊണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ബയോപ്സിക്ക് കൊടുത്തു. ഞാൻ എന്നും മാതാവിനോട് 5:30 മണിക്ക് എന്നിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെല്ലുമായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് നമ്മളെ കൈവിടുകയില്ല എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്നു. മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകളൊക്കെ എഴുതിയിട്ട് മധ്യസ്ഥാപിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. പക്ഷേ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടും പോസിറ്റീവ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര നിരാശയുമൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവം നമ്മൾക്ക് വേണ്ടി ഓരോന്ന് കരുതി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അന്ന് ആ ബയോപ്സിയിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സമാധാനമായി വീട്ടിൽ പോകുമായിരുന്നു. എന്നാൽ അവിടെ ഇരുന്ന ക്യാൻസർ വലുതായി പിന്നീട് വന്ന് ബയോപ്സി ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് പടരുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം നമ്മുടെ പദ്ധതിയല്ല, ദൈവം നമ്മൾക്ക് കരുതിയ പദ്ധതി അതിനേലും വലുതാണ്. മാതാവ് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ചാൽ ദൈവത്തിന് നമ്മളെ കൈവിടാൻ സാധിക്കില്ല. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങളൊരു ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്തു. അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഇനീഷ്യൽ സ്റ്റേജാണ്, ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു നിർണായകമായ ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. കാരണം 3-4 ദിവസം പിടിക്കുമായിരുന്നു റിപ്പോർട്ട് വരാനായിട്ട്. മാതാവിൻ്റെ അടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്നു പോയതിന് ശേഷം എല്ലാ ദിവസവും എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ എഴുന്നേറ്റ് 5:30 ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ കൂടുമായിരുന്നു. ഞങ്ങൾ കണ്ണീരോട് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ പെറ്റ് സ്കാൻ റിപ്പോർട്ട് കുഴപ്പമില്ല, വേറെ എങ്ങും പടർന്നിട്ടില്ല എന്നുള്ള നല്ല വാർത്ത ഞങ്ങൾക്ക് കിട്ടി. ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്താൽ മാത്രം മതി, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് എല്ലാം തീരുമാനിച്ചു. അതിനിടയിൽ പല തടസ്സങ്ങളൊക്കെ വന്നു, കൊറോണ വരികയും അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം മാതാവ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു. ഇതിനിടെ ഞങ്ങളുടെ മക്കൾ പുറത്താണ്. ഈ സമയത്ത് മാതാവ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്താൽ ഞങ്ങളുടെ മക്കൾക്ക് നാട്ടിൽ വന്ന് വരാനും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുവാനും ഈ വിഷമഘട്ടത്തിൽ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുവാദവും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് മാതാവ് ആ ചെയ്ത അനുഗ്രഹവും ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അന്ന് വിശ്വസിച്ചിരുന്നത് മാതാവ് ആ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടാവും, ദൈവമാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, കർത്താവ് അതിൻ്റെ ഡോക്ടർ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ്. അങ്ങനെ മാതാവും ദൈവം കൂടി എല്ലാ ക്യാൻസർ സെൽസും ബോഡിയിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ഓപ്പറേഷൻ ഒരു നീണ്ട ഓപ്പറേഷൻ 6-7 മണിക്കൂറുണ്ടായിരുന്നു ഓപ്പറേഷൻ. അതിന് റൂമിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആ എടുത്ത ഗ്ലാൻഡ് ബയോപ്സിക്ക് അയക്കും എന്ന് പറഞ്ഞു. അത് നോർമലായി വരണം, എങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ട്യൂബെല്ലാം ഇട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. 10 ദിവസം കഴിഞ്ഞാൽ റിപ്പോർട്ടും വരികയുള്ളൂ. അപ്പോൾ വന്ന് ട്യൂബ് മാറ്റണമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി ഈ ദിവസങ്ങളെല്ലാം മാതാവിനോട് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആ റിപ്പോർട്ട് നോർമലാക്കി തരണമെന്ന്. അങ്ങനെ ചെന്ന് റിപ്പോർട്ട് വന്നപ്പോൾ അത് നോർമലായിരുന്നു. 1 മാസം കഴിഞ്ഞ് PSA കൗണ്ട് 0.01 താഴെ വരണമെന്ന് പറഞ്ഞു. അതും റിപ്പോർട്ടും 0.05 ആക്കി മാതാവ് കുറച്ചു. ഇതിനർത്ഥം നമ്മൾ കരഞ്ഞു അപേക്ഷിച്ചാൽ ഒരു അമ്മയ്ക്ക് മക്കളുടെ കണ്ണീര് കാണാൻ സാധിക്കില്ല. നമ്മുടെ അമ്മ നമ്മൾ ഒരിക്കലും കൈവിടില്ല. തടസ്സങ്ങളും സഹനങ്ങളും തന്നാലും മാതാവിനോട് കണ്ണീരോട് അപേക്ഷിച്ചാൽ മാതാവ് നമ്മളെ കൈവിടുകയില്ല. ഈ അത്ഭുതം മൂലം ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലർക്കും മാതാവിനോട് കൂടുതൽ അടുപ്പമാവാനും പല ആൾക്കാരും കൃപാസനത്തിൽ പ്രെയർ ഇവിടെ വന്നു പ്രാർത്ഥിക്കാനുമൊക്കെ ഇടയേണ്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ സാക്ഷ്യം, ഈ ഓപ്പറേഷൻ വേറൊരു അത്ഭുതം ദൈവം ചെയ്തു തന്നത്, ഈ ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവർക്കും യൂറിൻ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ പാമ്പർ എല്ലാം മേടിച്ചിട്ടാണ് പോയിരുന്നത്. പക്ഷേ ദൈവകൃപ കൊണ്ട് ഒരു ദിവസം പോലും ആ പാമ്പർ ഉപയോഗിക്കേണ്ട ആവശ്യം എൻ്റെ ഭർത്താവിന് വന്നില്ല. ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മ ഞങ്ങളെ കാത്തതിനും 100,000 കോടി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനിയും അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.